നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPMന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് CPMന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPMും പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. 16 ആളുകളോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊട്ടപ്പുറത്തുള്ള മുക്രിയത്ത് ഓഡിറ്റോറിയത്തിലെ CPMന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ മീറ്റിങ്ങിന് വേണ്ടി, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരും അതുപോലെ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ 18 വാർഡിലെയും തൊഴിലാളികളെ ആ പാർട്ടി പരിപാടികൾക്ക് നേരിട്ട് മേറ്റുമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. പരാതി കൊടുത്തു, ഞങ്ങൾ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, ഭരണസമിതിക്ക് പരാതി കൊടുത്തപ്പോൾ അവരതിൻ്റെ ന്യായീകരണമായിട്ടാണ് വന്നത്. നടപടികൾ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 216 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 1000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ 216 ആൾക്ക് മാത്രമേ 100 പണി കൊടുത്തിട്ടുള്ളൂ. ആ 100 പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് സംവിധാനത്തിന്, ഈ സർക്കാർ സംവിധാനവും ഈ തൊഴിലുറപ്പ് ഓഫീസും പറയുന്നത് 200 പണിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇന്നവിടെ പറഞ്ഞത്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുള്ളതാണ്. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. തൊഴിലുറപ്പുകാർക്ക് പണി കൊടുക്കാത്ത പ്രശ്നങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്ത പരാതികൾ ഉൾപ്പെടെ തെളിവുണ്ടായിട്ട് പോലും അതിനൊന്നും നടപടിയെടുക്കാതെ ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPMകാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുന്നതിന് പരിശ്രമിച്ചവരെ ഗുരുവായൂർ നഗരസഭ ആദരിച്ചു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സ്നേഹാദര സംഗമം ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ പ്രേരക്മാർ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് അനുമോദന പത്രം നൽകി. MBBSന് അഡ്മിഷൻ ലഭിച്ച ശുചീകരണ വിഭാഗം തൊഴിലാളി സുനിതയുടെ മകൾ അപർണയെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ജോലിക്കിടയിൽ റോഡിൽ നിന്നും ലഭിച്ച പണമടങ്ങിയ ബാഗ് അധികൃതരെ ഏൽപ്പിച്ച നഗരസഭാ സാനിറ്റേഷൻ വർക്കർ സിന്ധു ജയനെ പൊന്നാട അണിയിച്ചു. വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ദേശീയ തലത്തിൽ 82ാം റാങ്കാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങാട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15ാം വാർഡിൽ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയ അവസ്ഥയാണ്. പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരനോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. പഞ്ചായത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും ഞങ്ങളെ സമീപിക്കുകയോ ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. മിനിഞ്ഞാന്ന് കോൺട്രാക്ടർ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 200-250 മീറ്റർ റോഡ് സൈഡ് പൊളിച്ചു പോയി. അതിൽ എല്ലാ പൈപ്പും, ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും, ഈവൻ മെയിൻ പൈപ്പ് അടക്കം ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പടക്കം പൊട്ടിച്ചു പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സമയം പോലും തന്നില്ല. അയാൾ പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മെറ്റലിട്ട് ഇവിടെ പണി മൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓൾറെഡി അവർ മെറ്റലിട്ട് കൊണ്ട് കഴിഞ്ഞു. ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ്, എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്.
ഈ കുടിവെള്ള പദ്ധതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെ നിന്ന് ഇനിയിപ്പോൾ ഓൾറെഡി ഞങ്ങൾ 10,000 രൂപ 10,20,000 രൂപ ഞങ്ങൾ പിരിച്ചെടുത്ത് ചിലവാക്കി കഴിഞ്ഞു. ഇനിയും 1,4 ലക്ഷം എവിടുന്ന് കണ്ടെത്തുന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്ന ആർക്കും അതിന് പ്രാപ്തിയില്ല, ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത് കണ്ണടച്ച നയമാണ്. അവരും പറയണം ഞങ്ങൾ ഉത്തരവാദിയില്ല, PW പറഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിയില്ല, പഞ്ചായത്ത് പറഞ്ഞു. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പ്രസിഡന്റ് VD തോമസ്, സെക്രട്ടറി KS സുരേഷ്, മെമ്പർ VJ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. പദ്ധതിയാണ് അത്. അപ്പോൾ ഇത് ചേങ്ങോട് അല്ലെങ്കിൽ നമ്മുടെ ഈ 15-ാം വാർഡ് നിവാസികൾ എല്ലാവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറില്ലാത്തവരടക്കമുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളും എല്ലാവരോടും നമ്മൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര പ്രതിഷേധമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പൊന്നിയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ ബാലാമണിയമ്മ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാള കവിതയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുന്നത്. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ KB മോഹൻകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ സാഹിത്യ സമിതി പ്രസിഡന്റ് ഉമ്മർ അറക്കൽ, ജനറൽ കൺവീനർ KB സുകുമാരൻ, സെക്രട്ടറി രാജേഷ് കടമ്പുള്ളി, ട്രഷറർ ഷാജൻ വാഴപ്പള്ളി, ജോയിന്റ് കൺവീനർ K സക്കറിയ എന്നിവർ പങ്കെടുത്തു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ കടവലൂർ അധ്യക്ഷത വഹിച്ചു. സ്വപ്ന രാമചന്ദ്രൻ, സത്താർ ആദൂർ, മഹേഷ് തിപ്പലശ്ശേരി, PS സുനീഷ്, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, നിഷാദ് എരുമപ്പെട്ടി, ഷറഫുദ്ദീൻ, PP യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ചിങ്ങ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 17 ചിങ്ങം 1-നാണ് ചിങ്ങ മഹോത്സവം. അന്ന് വൈകിട്ട് 3-ന് ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രാമാണ്യത്തിൽ 251 വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽ തറമേളം അരങ്ങേറും. ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം പനമണ്ണ മനോഹരന് സമ്മാനിക്കും. രാധാകൃഷ്ണ വേഷധാരികളോടെ ഘോഷയാത്ര, ഐശ്വര്യവിളക്ക് സമർപ്പണം എന്നിവ നടക്കും. രവി ചങ്കത്ത്, KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ഡോക്ടർ സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, രാധാ ശിവരാമൻ, സരള മുള്ളത്ത്, ഗുരുവായൂർ ജയപ്രകാശ്, മുരളി അകമ്പടി, V ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനയാത്ര സംഘടിപ്പിച്ചു. ചിറ്റിശ്ശേരിയിലെ ടൈൽസ് ഫാക്ടറി, കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ്, ചിമ്മിനി ഡാം എന്നിവയാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. ടൈൽസ് ഫാക്ടറിയുടെയും കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾ കുട്ടികൾ കൗതുകത്തോടെ മനസ്സിലാക്കി. അധ്യാപകരായ ലിജി, സുവർണ, ഗ്രീഷ്മ, ബേബി സുമ, സിന്ധു, രാഹുൽ, SMC അംഗം ബെന്നി എന്നിവരാണ് പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ജൂബിലി വർഷത്തിനോടനുബന്ധിച്ച് പൊന്നിയൂർകുളം ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളുമായി സഹകരിച്ച് സാമൂഹികവും അക്കാദമികവുമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും പ്രദേശവാസികൾക്കുമായി ഉന്നതി 2025 എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച പേപ്പർ ബാഗ് നിർമ്മാണ വർക്ക്ഷോപ്പിൽ 50 പേർ പങ്കെടുത്തു. GMLPS ഹെഡ്മാസ്റ്റർ ഫസലുർ റഹ്മാൻ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപിക ഡോക്ടർ ഹിത പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. കടവലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ സ്കൂൾ PTA കമ്മിറ്റിയും പൊതുപ്രവർത്തകരും ചേർന്ന് വേറിട്ട പ്രതിഷേധം നടത്തി. ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകിയാണ് പ്രതിഷേധവും മുന്നറിയിപ്പും നൽകിയത്. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളാണ് സ്റ്റോപ്പിൽ നിർത്താതെയും യാത്രക്കാർ ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന് കുറച്ചു ദൂരെ നിർത്തി യാത്രക്കാരെ ഇറക്കിയും പോകുന്നത്. സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കുന്നംകുളം പോലീസിനെ കൈമാറിയിരുന്നു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെ പോയ 2 ബസ്സുകൾ തടഞ്ഞ് സമീപത്തെ ഹോട്ടലിൽ നിന്നും
ചൂടുള്ള കട്ടൻ ചായ വാങ്ങി നൽകിയാണ് പ്രതിഷേധം അറിയിച്ചത്. PTA വൈസ് പ്രസിഡന്റ് സുദീപ്, കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് കടവല്ലൂർ, വിശ്വംഭരൻ, പൊതുപ്രവർത്തകരായ ഹസൻ, ശ്രീരാഗ്, വാസു, മുസ്തഫ തുടങ്ങിയവരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 4,59,66,000 രൂപ ലഭിച്ചു. നിരോധിച്ച 2,000 രൂപയുടെ 31, 1,000 രൂപയുടെ 3, 500-ന്റെ 71 കറൻസിയും ലഭിച്ചു. കനറ ബാങ്ക് ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ചാവക്കാട് നഗരസഭയുടെ ഭരണം അഴിമതി നിറഞ്ഞതാണെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. CA ഗോപപ്രതാപൻ, K നവാസ്, KV സത്താർ, ബീന രവിശങ്കർ, KH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കോപ്പറേറ്റീവ് ആരംഭ ബാങ്കിലെ ചെയർമാനെ മാറ്റാനും അതുപോലെ ആരൊക്കെ നടപടി എടുക്കേണ്ടത് നോക്കാനും അവിടെ 15 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം. അതിന് നിങ്ങൾ വല്ലാണ്ട് വേവലാതി കൊള്ളണ്ട. കുറെ കാലമായി നിങ്ങൾ ആരംഭ ബാങ്ക് കണ്ടിട്ട് പണിക്കണം. അതൊന്നും വേണ്ട. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചാവക്കാട് നഗരസഭയുടെ ഭരണം അടുത്ത തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ എത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്യുമെനിക്കൽ സംഘടന PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബസംഗമം ഓഗസ്റ്റ് 15-ന് വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി കോശി കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ ജോയ് P. കോട്ടൂർ തിരുവനന്തപുരം പ്രസംഗിക്കും. PPC മിഷൻ ട്രഷറർ ബാബു മാസ്റ്റർ അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി ഷാജു K. ജോസ് നേതൃത്വം നൽകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.